എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇച്ചിക്കോടെ പപ്പ ആളാണെങ്കിൽ ആ ജൈന്റ് ഹോളോയെ അങ്ങനെ വെട്ടി താഴെയിടും. ഇവിടെ മോഡ്സോള് അവനാണെങ്കിൽ ആ കാഴ്ച കണ്ട് അമ്പരന്ന് നിൽക്കുകയാണ്. വെറും ഒരു കോമാളി പോലെ ബിഹേവ് ചെയ്തിരുന്ന ഇച്ചിക്കോടെ പപ്പ ആളുടെ യഥാർത്ഥ രൂപവും പവറും ഒക്കെ കണ്ട് അവനങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. ഇച്ചിക്കോടെ പപ്പയാണെങ്കിൽ അങ്ങനെ തിരിഞ്ഞു വന്ന് മോഡ്സോളിനെ ഒന്ന് നോക്കും. അതിനുശേഷം പ്രത്യേകിച്ചൊന്നും പറയാതെ ആളുടെ വീട് ലക്ഷ്യമാക്കി അങ്ങനെ നടന്നു പോവാണ്. അപ്പൊ കറക്റ്റ് സമയത്ത് അവിടേക്ക് ഉറഹറ വന്ന് ഇച്ചിക്കോടെ പപ്പയോട് സംസാരിക്കാൻ തുടങ്ങും. ഇച്ചിക്കോടെ പപ്പയാണെങ്കിൽ അതിനൊന്നും തന്നെ മറുപടി പറയില്ല. അതിന് ഉറഹറ ചോദിക്കും, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് നിങ്ങൾ നിങ്ങളുടെ സോൾ റീപ്പർ പവർ അത് പുറത്തെടുത്തത്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇപ്പൊ ഫീൽ ചെയ്യുന്നത്? ആ ചോദ്യം കേട്ട് ഒരു സെക്കൻഡ് ഇച്ചിക്കോടെ പപ്പ തല താഴ്ത്തി നിൽക്കും. കാരണം വർഷങ്ങൾക്ക് മുൻപ് ഇച്ചിക്കോടെ പപ്പയുടെ സോൾ റീപ്പർ പവർ അത് നഷ്ടപ്പെട്ടു പോയതാണ്. ഇപ്പോഴാണ് അദ്ദേഹത്തിന് അത് റീഗെയിൻ ചെയ്യാൻ കഴിഞ്ഞത്. ഉടനെ ആള് പറയും, വർഷങ്ങൾക്ക് മുൻപ് എനിക്ക് നഷ്ടപ്പെട്ടു പോയ പവറാണ് ഇപ്പൊ തിരികെ കിട്ടിയിരിക്കുന്നത്. അന്ന് എനിക്ക് അത് നഷ്ടപ്പെട്ടു പോയതിൽ ഇപ്പൊ എനിക്ക് ഈ പവർ തിരികെ കിട്ടിയത് കൊണ്ട് ആ ഗ്രാൻഡ് ഫിഷറിനെ എനിക്ക് കൊല്ലാനായിട്ട് കഴിഞ്ഞു. എന്റെ പവറിൽ ഞാൻ ഈസി ആയിട്ട് തകർത്തു. അല്ലെങ്കിൽ ഒരുപാട് സോൾസിനെ അതില്ലാതാക്കിയേനെ. വർഷങ്ങൾക്ക് മുൻപ് എന്റെ പവർ നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് തന്നെ എന്റെ വൈഫിനെ എനിക്ക് രക്ഷപ്പെടുത്താനായില്ല. പക്ഷേ ഇപ്പൊ വീണ്ടും എനിക്ക് പവർ തിരികെ കിട്ടിയിരിക്കുകയാണ്. എനിക്ക് ഉറപ്പുണ്ട് ഞാൻ കാരണം ഒരുപാട് പേരുടെ ജീവനും ജീവിതവും ഒക്കെ തന്നെ എനിക്ക് തിരികെ പിടിക്കാൻ കഴിയും. അന്ന് എനിക്ക് ആ പവർ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ വൈഫ് ഇന്ന് ജീവനോട് കൂടെ എന്റെ കൂടെ ഉണ്ടായിരുന്നേനെ. പവർ നഷ്ടപ്പെട്ടതിന് ശേഷം ഞാൻ എന്നെ സന്തോഷിപ്പിക്കാനും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനും ഒരു ഭ്രാന്തനെ പോലെ അഭിനയിക്കുകയായിരുന്നു. ഉറഹറയാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം കേട്ട് ഇച്ചിക്കോടെ ഇപ്പോഴത്തെ പവറിനെ കുറിച്ചും അവന്റെ കഴിവുകളെ കുറിച്ചും ഇച്ചിക്കോടെ പപ്പയ്ക്ക് പറഞ്ഞു കൊടുക്കും. അതുമാത്രമല്ല ഇപ്പൊ ഇച്ചിക്കോടെ പവറും കഴിവും ഒക്കെ തിരിച്ചറിഞ്ഞ് ഒരുപാട് ഇല്ലീഗൽ ഓർഗനൈസേഷനിൽ നിന്ന് അവന് ഒത്തിരി ഓഫേഴ്സ് വരുന്നുണ്ട്. ഒരു വെള്ളമുടിയനാണെങ്കിൽ ഇച്ചിക്കോടെ പുറകെ തന്നെയാണ്. അവരുടെ ഓർഗനൈസേഷനിലേക്ക് ഇച്ചിക്കോയെ ആഡ് ചെയ്യാനാണ് അവന്റെ ശ്രമം. ഇൻ കേസ് അവൻ ഇച്ചിക്കോയെ റിക്രൂട്ട് ചെയ്ത വലിയ അപകടമാണ്. കാരണം അവരുടെ ഓർഗനൈസേഷനിലുള്ളവർ പലരും ഹോളോയുടെ പവർ അത് ഉപയോഗിക്കുന്നവരാണ്. ഇച്ചിക്കോയെ കൊണ്ടും ഹോളോ പവർ അത് ഉപയോഗിക്കാനായിട്ട് കഴിയും. സോ ഒരു കാരണവശാലും ആ ഒരു ടീമിൽ അവൻ ചേരാനായിട്ട് പാടില്ല. ആക്ച്വലി ആ ടീമിലുള്ള എല്ലാവരും സോൾ റിപ്പേഴ്സ് ആയിരുന്നു. അതിനുശേഷം ഫോർബിഡൻ ടെക്നിക്സ് ഒക്കെ ഉപയോഗിച്ച് ഹോളോ പവറും അവർ സ്വായത്തമാക്കി. അവരുടെ പവറുകളെ കുറിച്ച് ആർക്കും കൃത്യമായിട്ട് അറിയില്ല. അവരുടെ ലക്ഷ്യം എന്താണെന്നും ഇതുവരെ അവർ ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. സോ ഒരു കാരണവശാലും നമ്മുടെ ഇച്ചിക്കോ അവരുടെ വലയിൽ വീഴരുത്. അത് നമ്മൾ വേണം ഉറപ്പുവരുത്താൻ. ആ ടീമിലുള്ളവർ സോൾ റീപ്പേഴ്സിനെയും ഹോളോസിനെയും അതുപോലെ തന്നെ ഹ്യൂമൻസിനെയും എല്ലാവരെയും ഹയർ ചെയ്യുന്നുണ്ട്. എക്സ്ട്രാ പവർ അതുള്ളവരെയാണ് അവർക്ക് ആവശ്യം. അതുകൊണ്ട് തന്നെ അവരുടെ കണ്ണ് അത് ഇച്ചിക്കോയിലാണ്. അവരാണെങ്കിൽ ഇപ്പോൾ വലിയൊരു യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. സോ അതെന്താണെന്നും നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഇച്ചിക്കോടെ പപ്പയ്ക്കാണെങ്കിൽ ഇതൊന്നും കേട്ട് വലിയ ആകാംക്ഷ ഒന്നും തോന്നില്ല. കാരണം ഇച്ചിക്കോടെ പപ്പയ്ക്ക് ഇച്ചിക്കോയെ കുറിച്ച് നന്നായിട്ട് അറിയാം. അവൻ തീർച്ചയായിട്ടും തെറ്റായ കാര്യങ്ങൾ ചെയ്യില്ല എന്നുള്ള ഉറപ്പ് അത് അദ്ദേഹത്തിനുണ്ട്. ഒരാളാണെങ്കിൽ വീണ്ടും പറയും, ഇപ്പോ ആ ഹോളോ വേൾഡിൽ അവിടെ ഒരുപാട് ചേഞ്ചസ് നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും സോൾ റീപ്പർ ക്യാപ്റ്റൻ ആയിരുന്ന ഐസൻ അവൻ തന്നെയായിരിക്കും ഇതിനെല്ലാം പിന്നിൽ. അവൻ റിസർച്ച് ചെയ്താണ് ഇതുപോലുള്ള പവർഫുൾ ആയ ഹോലോസിനൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഇവിടേക്ക് അയക്കുന്നത്. സോ നമ്മൾ എത്രയും വേഗം എന്തെങ്കിലും ചെയ്യണം. ഐസന്റെ ലക്ഷ്യം ഈ ലോകം തന്നെ അവന്റെ കാൽച്ചുവട്ടിൽ കൊണ്ടുവരിക എന്നതാണ്. സോൾ റിപ്പേഴ്സിനെയും ഹ്യൂമൻസിനെയും ഹോലോസിനെയും എല്ലാവരെയും അവന് അവന്റെ അധീനതയിലാക്കണം. അതിന് ഒരു വർഷത്തിനുള്ളിൽ അവൻ പല കാര്യങ്ങളും ചെയ്യും. അവനവിടെ അവന് ആവശ്യമായിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്ന അതേ സമയം തന്നെ നമ്മളിവിടെ അവനെ തടയാനുള്ള കാര്യങ്ങൾ ഇതും ചെയ്യണം. നമ്മുടെ മുൻപിലുള്ളത് ഒരൊറ്റ വർഷം അത് മാത്രമാണ്. നമ്മുടെ വാറിന് നമ്മൾ എത്രയും വേഗം തയ്യാറെടുക്കണം എന്ന് പറഞ്ഞ് അവരാണെങ്കിൽ അവിടുന്ന് കടന്നു പോകും. കട്ട് ചെയ്ത ഇവിടെ സോൾ സൊസൈറ്റിയിലാണെങ്കിൽ ആ സീനിയർ ക്യാപ്റ്റൻ മൊട്ട ആളാണെങ്കിൽ സീനിയേഴ്സ് ആയിട്ടുള്ള ക്യാപ്റ്റൻസിനെ എല്ലാം അവിടേക്ക് വിളിച്ചു വരുത്തും. നടക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ആ വലിയ വാറിനെ കുറിച്ച് ആൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. വില കൊടുത്തും ആ വാറിൽ നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യണം. അവരെ നമുക്ക് തോൽപ്പിക്കണം. അതിനുവേണ്ടിയുള്ള ഒരുക്കം അത് എത്രയും വേഗം തുടങ്ങണമെന്ന് ആള് പറയാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പോൾ ക്ലാസ് റൂമിലിരിക്കുന്ന നമ്മുടെ ഹീറോയെ കാണിക്കും. അവനാണെങ്കിൽ ഭയങ്കരമായിട്ട് മൈൻഡൊക്കെ അപ്സെറ്റ് ആയിട്ട് ഇരിക്കുകയാണ്. കാരണം കഴിഞ്ഞ ദിവസം അവനൊരു ഹോളോ പവർ അത് സെൻസ് ചെയ്തതാണ്. പക്ഷേ അവൻ ആ പവർ സെൻസ് ചെയ്ത് അവിടേക്ക് എത്തിയപ്പോഴേക്കും അവിടെ ആരെയും തന്നെ കാണാനുണ്ടായിരുന്നില്ല. ആ പവറും ഞൊട്ടിയിടയിൽ ഇല്ലാതായി. സത്യത്തിൽ അവിടെ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? ഇൻ കേസ് മറ്റേതെങ്കിലും സോൾ റിപ്പേഴ്സ് അവിടേക്ക് എത്തിയിട്ടുണ്ടാവുമോ? അല്ലെങ്കിൽ എന്റെ ബോഡിയിലും പവറിലും ഒക്കെ എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടാവോ എന്നൊക്കെ ചിന്തിച്ച് അവൻ അങ്ങനെ ഇരിക്കും. അതിനിടയിൽ അവൻ ആ മുടിയൻ സാഞ്ചിയെ കുറിച്ച് ചിന്തിക്കുകയാണ്. അവൻ എന്തിനായിരിക്കും എന്റെ പിന്നാലെ നടക്കുന്നത്? എന്നെ അവരുടെ ടീമിലേക്ക് ആഡ് ചെയ്തിട്ട്
അവർക്ക് എന്ത് ബെനിഫിറ്റ് ആയിരിക്കും കിട്ടുക എന്നൊക്കെ ചിന്തിച്ച് ഹീറോ ആണെങ്കിൽ അങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുമ്പോഴായിരിക്കും ഒർഹിബയുടെ കൂടെ വെള്ളമുടിയൻ സാഞ്ചി അവനിപ്പോ ക്ലാസ്സിലേക്ക് കടന്നു വരിക. അവനെ കാണേണ്ട താമസം ഹീറോ ഷോക്കാവും. സാഞ്ചി ആണെങ്കിൽ അവരെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇപ്പൊ ഒർഹിബയെ അവളെ ഹഗ് ചെയ്യും. അത് കണ്ട് കലി ഇളകിയ ഹീറോ ഇച്ചിഗോ അവനാണെങ്കിൽ സാഞ്ചിയെ പിടിച്ചു വലിച്ച് അങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. നിനക്കെത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഒർഹിബയെ ഹഗ് ചെയ്യും. നിന്റെ ലക്ഷ്യം അത് ഞാനാണെന്ന് എനിക്കറിയാം. നിന്റെ ലക്ഷ്യം എന്തായാലും അത് നടക്കാൻ പോകുന്നില്ല. നീ എന്റെ പിന്നാലെ വന്ന എന്റെ കൈകൊണ്ടായിരിക്കും നിന്റെ മരണം. ഇച്ചിഗോ ആണെങ്കിൽ ഇത്രയൊക്കെ ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ടും അവന് അതൊരു ഭാവവ്യത്യാസം ഉണ്ടാവില്ല. അവനതൊന്നും മൈൻഡ് ചെയ്യാതെ അങ്ങനെ മുഖം തിരിച്ചു നിൽക്കും. ആണെങ്കിൽ അവന്റെ കൈ തട്ടി മാറ്റും. ഇനിയെങ്കിലും ഞാൻ പറയുന്നത് കേൾക്ക്. നീ ഞങ്ങളുടെ ടീമിലേക്ക് വരികയാണെങ്കിൽ നിനക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടാവും. മറ്റൊന്നുമല്ല, നിന്റെ ഉള്ളിൽ ഒരു മോൺസ്റ്റർ ഹോളോ പവറിലെ അങ്ങനെയൊന്നും ഉണ്ടെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നിനക്ക് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അത് പതിയെ പതിയെ നിന്നെ മുഴുവനായിട്ടും കൺസ്യൂം ചെയ്തെടുക്കും. നിന്റെ ബോഡി അത് സ്വന്തമാക്കും. എന്നോടൊപ്പം വന്ന് എന്റെ ടീമിൽ ചേരുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ കൺട്രോൾ ചെയ്യാനുള്ള എല്ലാ സഹായവും ഞങ്ങളുടെ ടീം നിനക്ക് ചെയ്തു തരും. ആണെങ്കിൽ അവൻ പറയുന്നത് കേട്ട് അങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. കാരണം ആ ഹോളോ പവർ അത് അവന്റെ ബോഡിയിൽ ചില ചേഞ്ചസ് കൊണ്ടുവരുന്നുണ്ടെന്ന് അവന് നന്നായിട്ട് അറിയാം. സോ എന്തെങ്കിലും അതിനൊരു റെമഡി അത് കണ്ടെത്താനാണ് അവൻ ഇത്രയും കാലം ശ്രമിച്ചത്. സാഞ്ചി ആണെങ്കിൽ വീണ്ടും പറയും, ഞങ്ങളുടെ ടീമിലേക്ക് വരികയാണെങ്കിൽ നിനക്ക് ഒരുപാട് പ്ലസ് പോയിന്റ്സ് ഉണ്ടാവും. എപ്പോൾ വേണമെങ്കിലും ഞങ്ങളുടെ ടീമിലേക്ക് നിനക്ക് കടന്നു വരാം. നിനക്ക് മാത്രം ഞങ്ങളുടെ ടീമിൽ യാതൊരു റെസ്ട്രിക്ഷൻസും ഉണ്ടാവില്ല. അവിടേക്ക് വന്ന് നിന്റെ ഹോളോ പവറിനെ ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാം. അതൊക്കെയാണെങ്കിൽ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അവൻ കുറച്ചു നേരം കൺഫ്യൂസ്ഡ് ആയിട്ട് നിന്ന് എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ബാഗ് എടുത്ത് പുറത്തേക്ക് പോകും. ഇതിൽ ഹീറോ ആണെങ്കിൽ ഇപ്പൊ വല്ലാതെ കൺഫ്യൂസ്ഡ് ആണ്. കാരണം അവൻ എന്താ ചെയ്യണ്ടേ എന്നൊന്നും അറിയില്ല. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇപ്പൊ നമ്മുടെ സാഞ്ചി അവനാണെങ്കിൽ ഹായ് ആയിട്ട് നടന്നു പോകുമ്പോ ഒരു കുഞ്ഞു പെണ്ണ് അവൾ ചാടി വന്ന് അവനെ ചവിട്ടി താഴെയിടും. അവളാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, ഒരു മിഷൻ അത് നിന്നെ ഏൽപ്പിച്ചിട്ട് ഒരുപാട് ദിവസമായി, നീ ഇതുവരെ അത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അവനാണെങ്കിൽ പേടിച്ച് അങ്ങനെ ഒരു മൂലയ്ക്ക് മാറി നിൽക്കും. അതേസമയം അവിടേക്ക് സാക്ഷാൽ മുടിയനും ഒർഹിബയും അവർ രണ്ടുപേരും ഇപ്പോ അവരുടെ അടുത്തേക്ക് വരികയാണ്. ഒർഹിബയാണെങ്കിൽ അവരോട് ചോദിക്കും, സത്യം പറയും, നിങ്ങളുടെ ലക്ഷ്യം അതെന്താണ്? നിങ്ങൾ എന്തിനാണ് ഇച്ചിഗോയെ വിടാതെ പിന്തുടരുന്നത്? അതിനാ കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയില്ല. അവൾ അവളുടെ സ്ക്വാഡ് എടുത്ത് ഇപ്പൊ ഒർഹിബയോടും മുടിയനോടും ഡയറക്റ്റ് ഫൈറ്റ് ചെയ്യാനായിട്ട് അങ്ങനെ ചാടി ചാടി നിൽക്കുകയാണ്. കാര്യം വഷളാവെന്ന് മനസ്സിലാക്കിയ സാഞ്ചി അവനാണെങ്കിൽ ഓടി വന്ന് ആ പെണ്ണിനെ തൂക്കിയെടുത്ത് എയറിലൂടെ വാക്ക് ചെയ്തു പോകും. ഒർഹിബയാണെങ്കിൽ അവരുടെ പിന്നാലെ ഓടാൻ ശ്രമിക്കും. പക്ഷെ മുടിയൻ സാധു അവനാണെങ്കിൽ അവളെ തടയാണ്. ഒർഹിബ അവരുടെ പുറകെ പോയിട്ട് യാതൊരു കാര്യവുമില്ല. അവരുടെ ലക്ഷ്യം അതെന്താണെന്ന് അവരറിയാതെ തന്നെ കണ്ടെത്തണം. അതേസമയം ഇവിടെയാണെങ്കിൽ ആ കുഞ്ഞിപ്പെണ്ണെ തൂക്കിയെടുത്ത് സാഞ്ചി അവൻ അങ്ങനെ നിർത്താതെ എയർവാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അതിനവളാണെങ്കിൽ അവന്റെ ബാക്കിലും കയ്യിലും ഒക്കെ ആറഞ്ച പുറഞ്ച അടിക്കും. അതിനുശേഷം രണ്ടുപേരും പൊരിഞ്ഞ അടിയിടി ബഹളം. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ നമ്മുടെ കണ്ണാടി പയ്യനെ കാണിക്കും. അവനാണെങ്കിൽ അവന്റെ പപ്പ പറഞ്ഞത് പ്രകാരം പപ്പയുടെ അടുത്തേക്ക് വരികയാണ്. ഇച്ചിഗോയോടും അവന്റെ ഫ്രണ്ട്സിനോടും സോൾ റീപ്പേഴ്സിനോടും ഉള്ള കണക്ഷൻ എല്ലാം ഉപേക്ഷിച്ച് പപ്പ പറഞ്ഞതനുസരിച്ച് അവന്റെ നഷ്ടപ്പെട്ടു പോയ പവർ അത് വീണ്ടെടുക്കാൻ അവൻ എത്തിക്കഴിഞ്ഞു. അങ്ങനെ രണ്ടുപേരും ഫേസ് ടു ഫേസ് നോക്കി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.